എന്ന് പറഞ്ഞാൽ ആ തെങ്ങ് ഇങ്ങോട്ട് വരും. ലൈലത്തുൽ ജിന്ന് ജിന്നുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനത്തിന് വന്നപ്പോൾ ജിന്നുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നിങ്ങൾ നബിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കണം. ഞങ്ങൾ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരാൾ സാക്ഷി പറയണം എന്ന് പറഞ്ഞു. അപ്പൊ ജിന്നുകളോട് റസൂൽ പറഞ്ഞു, എടോ എന്റെ കൂടെ ഒരുത്തൻ വന്നിട്ടുണ്ട്, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ്, അവൻ പറഞ്ഞാൽ പോരെയെന്ന്. ജിന്നുകൾ റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഞങ്ങൾ അത്ര മണ്ടന്മാരൊന്നല്ല, നിങ്ങൾ ഒരാളെ കൂട്ടിക്കൊണ്ടുവരാ ഞങ്ങളെ കൂടെ, എന്നിട്ട് അയാൾ സാക്ഷി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ അയാൾ സാക്ഷി പറഞ്ഞാലൊന്നും ഞങ്ങൾക്ക് വിശ്വസിക്കൂല, ഞങ്ങൾ പറയുന്ന ആള് സാക്ഷി പറയണം എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ള ചോദിച്ചു ജിന്നുകളോട്, എടോ ജിന്നുകളെ, നിങ്ങൾക്ക് ആരാണ് സാക്ഷി പറയേണ്ടത്? നിങ്ങൾക്ക് ആരാ സാക്ഷി പറയേണ്ടത്? അപ്പൊ ആ ജിന്നുകള് കുറെ ദൂരത്തേക്ക് ചൂണ്ടിക്കൊണ്ടിട്ട് ഒരു ഉണങ്ങിയ ഒരു ഈത്തപ്പന മരം ചൂണ്ടിക്കാണിച്ചു റസൂലുള്ളാഹി. ആ ഈത്തപ്പന മരം വന്ന് സാക്ഷി പറയണം നിങ്ങൾ നബിയാണെന്ന്. റസൂൽ ചോദിച്ചു, അത്ര മതിയോന്ന് ചോദിച്ചു. അത് മതി. ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഈത്തപ്പനത്തിനെ വിളിച്ചു, തആലി യാ ഷജറ, മരമേനി ഇങ്ങോട്ട് വാ. ആ ഈത്തപ്പന മരം അവിടുന്ന് അത് കടപുഴകി ഇളകി അതിങ്ങനെ നടന്നു വരികയാണ് റസൂലുള്ളാഹിന്റെ സാന്നിധ്യത്തിലേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യത്തിലെത്തിയപ്പോൾ റസൂൽ ആ മരത്തിനോട് കൽപ്പിച്ചു, ഖിഫി യാ ഷജറ, മരമേനി അവിടെ നിൽക്കുക. നബിന്റെ ആജ്ഞ അനുസരിച്ച് ആ മരം അവിടെ നിന്നു. മരം നിന്നപ്പോ മരത്തിനോട് റസൂൽ പറഞ്ഞു, ഇശ്ഹദി ബി അന്നി റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്ന് സാക്ഷ്യം വഹിച്ചു കൊടുക്കും. ഉടനെ ആ മരം അവിടുന്ന് സംസാരിക്കാൻ തുടങ്ങി വളരെ ഉച്ചത്തില്, അയ്യത്തുഹൽ ജിന്നിയെ, ജിന്നുകളെ, നിങ്ങൾ എന്തൊരു പൊട്ടന്മാരെ, ഇവിടെ ഈ നിങ്ങളെ പ്രബോധനത്തിന് വേണ്ടി വന്ന ഈ മനുഷ്യണ്ടല്ലോ, ഇന്നഹു റസൂലുള്ളാഹി വ നബിയ്യുഹു, അത് അല്ലാഹുവിന്റെ റസൂലും നബിയാണ്, മൂപ്പരെ കൊണ്ട് നിങ്ങൾ വിശ്വസിച്ചോളൂ, ഫആമിനൂ ബി, മൂപ്പരെ കൊണ്ട് വിശ്വസിച്ചോളൂ. ഇത് ജിന്നുകള് അവിടെ ഇത് നബിനെ കൊണ്ട് വിശ്വസിക്കണമെന്ന് പറയുമ്പോൾ ആ ജിന്നുകളിൽ നിന്നുള്ള ഒരു വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് അവിടുന്ന് വിശ്വസിക്കാണ്. ഇതാണ് ഖബൂലിയത്ത് എന്ന് പറഞ്ഞാൽ. ആ ഖബൂലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ടുകൊടുക്കും. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലിയത്തിനെ ഇട്ടുകൊടുത്ത മഹാന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടതായ വലിയൊരു മഹാനാണ് ബഹുമാനപ്പെട്ട ശൈഖുന തിരുപ്പഞ്ചി മുഹമ്മദ് മുസ്ലിയാർ ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസ് തങ്ങളവറുകൾ. അവർ വഫാത്തായി പോയാലും അവർക്കുള്ളതായ ആ മദദ്, അവരെ സഹായങ്ങളൊക്കെ ഇവിടെ ഇനിയും നടന്നുകൊണ്ടേയിരിക്കും. ഇത് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അത് നമുക്ക് അവരെ മരണശേഷം ധാരാളം കിട്ടിക്കൊണ്ടിരിക്കുന്നല്ല, മരണശേഷം അതിനിക്ക് ഒന്നും കൂടി പവർ കൂടുന്ന. കാരണം ആത്മാവിനുള്ള പവർ അങ്ങനെയാണ്. ശരീരം ആത്മാവുമായി കൊണ്ട് ബന്ധപ്പെടുന്നതിനേക്കാൾ ശക്തിയായിരിക്കും ശരീരത്തിനിക്ക് ആത്മാവുമായി കൊണ്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടാൽ. അപ്പൊ അവരെ ഈ ഗുണങ്ങളും അവരിൽ നിന്നുള്ളതായ മദതുകളൊക്കെ അവരെ ഹയാത്ത് കാലത്ത് കിട്ടിയതിനേക്കാൾ 10 മടങ്ങ് നമുക്കൊക്കെ അത് അവരിൽ നിന്നിട്ട് അത് നമ്മൾ അത് പിന്നെ കൈപ്പറ്റാനുള്ളതായ അതിന്റെ മാർഗങ്ങളാണ് നമ്മൾ സ്വീകരിക്കണം. ആ ആദരവ് പൂർണ്ണമായും കൊണ്ട് കാത്തു സൂക്ഷിക്കുകയും അവരുമായും കൊണ്ടുള്ള ആ ബന്ധം മരണത്തിന്റെ ശേഷവും എല്ലാവരും ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിക്കണം. ആ നിലക്ക് അവരോടുകൂടെയും അവരെ മഹാന്മാരാവുന്ന മശായിഖന്മാരോടുകൂടെയും നമുക്കൊക്കെ ഉള്ളതായ മഹാന്മാരാവുന്ന മശായിഖ് അജിദാദിനോട് കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ സ്വർഗ്ഗ